പഹൽഗാം രക്തസാക്ഷിക്ക് അന്ത്യപ്രണാമം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ രക്തസാക്ഷിയായ മലയാളി രാമചന്ദ്രന് രാജ്യത്തിന്റെ അന്ത്യപ്രണാമം. കൊച്ചി ചങ്ങമ്പുഴ പാർക്കിലെ പൊതുദർശനത്തിനിടെ കേന്ദ്രമന്ത്രിമാരും ഗവർണർമാരും സംസ്ഥാന മന്ത്രിമാരും ആദരാഞ്ജലി അർപ്പിച്ചു. ഇടപ്പള്ളി ശ്മശാനത്തിൽ ബന്ധുക്കളുടെ കണ്ണീർ പ്രണാമത്തിന് ശേഷം ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിച്ചു. കൺമുന്നിൽ വച്ച് അച്ഛൻ കൊല്ലപ്പെട്ടിട്ടും മനസ്സാന്നിധ്യം കൈവിടാത്ത ആ മകളുടെ മുദ്രാവാക്യത്തിൽ രാജ്യത്തിന്റെ ആദരം പ്രതിധ്വനിച്ചു. ഇന്ത്യൻ ധീരതയുടെ ഉറച്ച ശബ്ദത്തിന് പിന്നാലെ അച്ഛന് അവരുടെ കണ്ണീർ പ്രണാമം. രാവിലെ 7:30യോടെയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിൽ നിന്ന് മൃതദേഹം കുടുംബം ഏറ്റുവാങ്ങിയത്. ഭാര്യ ഷീലയും മകൾ ആരതിയും മകൻ അരവിന്ദും കലങ്ങിയ ഉള്ളകവുമായി ആശുപത്രിയിലെത്തിയിരുന്നു. തുടർന്ന് വിലാപയാത്രയായി ചങ്ങമ്പുഴ പാർക്കിലേക്ക് മൃതദേഹമെത്തിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമല്ല, വാർത്തയറിഞ്ഞെത്തിയവരും ചങ്ങമ്പുഴ പാർക്കിലേക്ക് ഒഴുകിയെത്തി. ആക്രമിക്കപ്പെട്ടത് രാജ്യമാണെന്നും രാമചന്ദ്രൻ അതിൽ രക്തസാക്ഷിയാണെന്നും വന്നവർ പറഞ്ഞു. അവർ കണ്ണീരോടെ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. As the citizens of this state, this country, we also have to do something. We also stand together as a nation. Our nationhood has to be shown. This is the time of crisis. At this time, let us stay together and show all our enemies that we are one and we are not going to surrender before all your terrorist activities. That's all. രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ നേരിടാൻ തയ്യാറാവണം. സംസ്ഥാന സർക്കാരിന് മന്ത്രിമാരായ P രാജീവും AK ശശീന്ദ്രനും റീത്ത് സമർപ്പിച്ചു. കാശ്മീരി ജനതയുടെ സ്നേഹാദരവ് അല്ലെങ്കിൽ അവരുടെ മാനവിക നിലപാടും അതാണ് ഇവിടെ രാമേന്ദ്രൻ്റെ മകൾ പറഞ്ഞത്. അവിടെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞ ഗൈഡിൻ്റെ അനുഭവമെല്ലാം കാശ്മീരി ജനതയുടെ മാനവികതയും ഇന്ത്യക്കാരെന്നുള്ള നിലപാടുമാണ് വ്യക്തമാക്കുന്നത്. ഭീകരതയ്ക്കെതിരെ ഒരേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രാജ്യം മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, എറണാകുളം MP ഹൈബി ഈഡൻ, മതമേലധ്യക്ഷന്മാർ എന്നിവർ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തിൻ്റെ മുഴുവൻ യശസ് വാനോളം ഉയർത്തിപ്പിടിച്ച നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഒരു വ്യക്തിത്വമാണ് ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മകളുടെ വാക്കുകളും അദ്ദേഹം കടന്നുപോയ കുടുംബം കടന്നുപോയ സാഹചര്യങ്ങളുമെല്ലാം പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുക. 10 മണിയോടെ മങ്ങാട്ട് റോഡിലെ വസതിയിൽ മൃതദേഹമെത്തിച്ചു. വീട്ടുകാർക്കും ബന്ധുക്കൾക്കും മാത്രമായിരുന്നു വീടിനുള്ളിലേക്ക് പ്രവേശനം. 1.5 മണിക്കൂറിന് ശേഷം മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി പുറത്തേക്കെടുത്തു. സർക്കാരിന്റെ ആദരമായി
പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി. തുടർന്ന് മതപരമായ ചടങ്ങുകൾ വസതിക്ക് മുന്നിൽ വച്ച് നടത്തി. ഇടപ്പള്ളി ശ്മശാനത്തിലാണ് രാമചന്ദ്രന്റെ മൃതദേഹം സംസ്കരിച്ചത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് രാജ്യം ഭീകരതയുടെ ഇരയായ രാമചന്ദ്രന് വിട നൽകിയത്. ന്യൂസ് മലയാളം, കൊച്ചി.